ഹാരിസിനെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 3 വർഷത്തിനു ശേഷം UDF ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന KP ജാസർ രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് കാവുങ്ങലിൽ നിന്നുള്ള മെമ്പറാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട KT ഹാരിസ്. LDF-ൽ നിന്നും 16-ാം വാർഡ് മെമ്പറായ മുസ്തഫ മുഞ്ഞക്കലും മത്സര രംഗത്തുണ്ടായിരുന്നു. 22-ാം വാർഡ് മെമ്പർ MK സക്കരിയ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടെ 10-നെതിരിൽ 11 വോട്ടോടെ KT ഹാരിസിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റും 2-ാം വാർഡ് മെമ്പറുമായ KT ജാസർ KT ഹാരിസിനെ നിർദ്ദേശം ചെയ്യുകയും 18-ാം വാർഡ് മെമ്പർ നാസർ പുളിക്കൽ പിന്താങ്ങുകയും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസ്തഫ മുഞ്ഞക്കലിനെ 21-ാം വാർഡ് മെമ്പർ MK കുഞ്ഞുട്ടി നാമനിർദ്ദേശം ചെയ്യുകയും 10-ാം വാർഡ് മെമ്പർ KP പവിത്രൻ പിന്താങ്ങുകയും ചെയ്തു. തിരൂർ സബ് രജിസ്ട്രാർ ഓഫീസർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സിനോബിയ വൈസ് പ്രസിഡന്റിനുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. വി മധുസൂദനൻ, തൈക്കുളത്തിൽ ഇസ്മായിൽ, ആബിദ് മുഞ്ഞക്കൽ, ഖാലിദ് MK, സുരേഷ് കക്കാട്ട്, ഹാരിസ് പാറക്കാട്ടിൽ, MT അബൂബക്കർ, അഡ്വക്കേറ്റ് മീര ആളൂർ, യാഹു കോലിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KP പവിത്രൻ, KT സലീന, MK കുഞ്ഞു മുഹമ്മദ്, MK സക്കരിയ, KT സുനീറ, നാസർ പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.